പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പൗരസ്ത്യ സഭകളിൽ മാതാവിനെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ദിവസം ബുധനാഴ്ച ദിവസങ്ങളാണ്. നമ്മുടെ ഈ പള്ളിക്കൂദാശ കാലത്തിന്റെ ഈ അവസാനത്തെ ആഴ്ചയിലെ ബുധനാഴ്ച ദിവസമായ ഇന്ന് പരിശുദ്ധ മറിയത്തിന്റെ സ്തോത്രഗീതമാണ് നമുക്ക് വായിച്ച് ധ്യാനിക്കാൻ തിരുസഭ നൽകിയിരിക്കുന്നത്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് വളരെ പരിചിതമായ ഒരു തിരുവചന ഭാഗമാണിത്. ദൈവത്തിന്റെ നീതിപൂർവകമായ ഒരു വിധിയെക്കുറിച്ച് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നതും അങ്ങനെ ഒരു വിധി എല്ലാവർക്കുമായി കാത്തിരിക്കുന്നുവെന്നും പരിശുദ്ധ അമ്മയുടെ ഈ ആനന്ദഗീതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിൽ പറയുന്ന ഏതാനും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഒന്ന്, അമ്മ പറയുന്നത് തന്റെ കഷ്ടതകൾക്ക് ദൈവം വലിയ പ്രതിഫലം തന്നിരിക്കുന്നു. കഷ്ടപ്പെട്ടോ, ദൈവം അതിന് നീതിപൂർവമായ ഒരു പ്രതിഫലം തരും. ഭക്തരോട് കരുണ കാണിക്കുന്നു. ദൈവത്തിന്റെ ഭക്തരായി വിശ്വസ്തരായി നിൽക്കുന്നവരോട് ദൈവം അവരെ മറക്കാതെ അവരോട് കരുണ കാണിക്കുന്നു. എന്നാൽ ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിക്കുന്നു. അഹങ്കാരത്തിന് നീതിപൂർവമായ ഒരു ഫലം എന്ന രീതിയിൽ അവരെ ചിതറിച്ചു കളയുന്നു. ശക്തരെ അവരുടെ അധികാരങ്ങളുടെ സിംഹാസനങ്ങളിൽ നിന്ന് താഴെ ഇറക്കുന്നു. നീതിപൂർവകമായ ഒരു വിധി. എളിയവരെ ഉയർത്തുന്നു. നീതിപൂർവകമായ ഒരു വിധി. വിശക്കുന്നവർക്ക് സംതൃപ്തി വരുന്നത് വരെ അപ്പം നൽകുന്നു. അതവരുടെ കഷ്ടപ്പാടിന് ദൈവം നൽകുന്ന നീതിപൂർവകമായ ഒരു വിധി. ദാസനായ ഇസ്രായേലിനെ സഹായിക്കുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഇസ്രായേലിനെ, അല്ലെങ്കിൽ ആ മനസ്സുള്ളവരെ, ദൈവത്തോട് വിശ്വസ്തരായി നിൽക്കുന്നവരെ ദൈവം സഹായിക്കുന്നു, ഉയർത്തുന്നു, വളർത്തുന്നു. ദൈവം ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിനും മനോഭാവത്തിനും അർഹിക്കുന്ന രീതിയിൽ നീതിപൂർവകമായ ഒരു വിധി നൽകാനായി കാത്തിരിക്കുന്നു എന്നുകൂടി ഈ സ്തോത്രഗീതം നമ്മളെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ നീതിയിൽ ഇപ്പോൾ എന്നെ വിധിച്ചാൽ എൻ്റെ അവസ്ഥ എന്താവുമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ദൈവം നമ്മളെ ഇപ്പോൾ വിധിച്ചാൽ ഞാൻ എവിടെയാവും, എന്താവും എൻ്റെ അവസ്ഥ? മറിയത്തെ പോലെ ഒരു സ്തോത്രഗീതം പാടി ആനന്ദത്തോടെ സന്തോഷത്തോടെ അതിനെ എതിരേൽക്കാനുള്ള സാധ്യതയാണോ എന്നിലുള്ളത്? അതെയോ അപ്രതീക്ഷിതമായി ദൈവത്തിന്റെ ഒരു വിധി വന്നാൽ, ധനവാന്റെയും ലാസറിന്റെയും കഥയിലെ ധനവാൻ നരകത്തിൽ കിടന്ന് സങ്കടപ്പെട്ടതുപോലെ, പരാതി പറയുന്നത് പോലെ, വിലപിച്ചതുപോലെ വിലപിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാവുമോ നമ്മളെ കാത്തിരിക്കുന്നു? പരിശുദ്ധ മറിയത്തെ പോലെ, വിശുദ്ധരെ പോലെ ആത്മീയ ജീവിതത്തിൽ, വിശുദ്ധമായ ജീവിതത്തിൽ കൂടുതൽ കാര്യക്ഷമത കാണിച്ച് നമുക്ക് മറിയത്തെ പോലെ ദൈവം എപ്പോൾ വിളിച്ചാലും ആനന്ദ ഗീതം ഉതിർത്ത് ദൈവത്തിന്റെ വിശ്വസ്തതയെ ഏറ്റുപാടി ജീവിക്കത്തക്ക വിധം വിശ്വസ്തയോടെ, ഹൃദയശുദ്ധിയോടെ, നൈർമല്യത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാനായി പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ അനുകരിച്ച് ഞങ്ങളും എപ്പോഴും വിശുദ്ധിയിലും നന്മയിലും ആയിരിക്കാനും, എപ്പോഴും അങ്ങയുടെ മഹത്വത്തെക്കുറിച്ച് ആനന്ദ കീർത്തനങ്ങൾ ചുണ്ടുകളിൽ കൊണ്ടു നടക്കുന്നവരാകുവാനും, ദൈവത്തിന്റെ വിധിയെ ഓർത്ത് ഞങ്ങളുടെ ജീവിതങ്ങളെ എപ്പോഴും നീതിപൂർവകമായി ക്രമപ്പെടുത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നാം എല്ലാവരോടും നമ്മുടെ ഭവനങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.